അഹല്യ എന്ന കഥാപാത്രം ഭാരതീയ സാഹിത്യങ്ങളിലെമ്പാടും ഒരു പ്രതീകമായിട്ട്, വളരെ പരിക്ഷീണയായിട്ടുള്ള, എക്കാലത്തും അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രതീകമായിട്ടൊക്കെ എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. അപ്പോൾ ആ സ്ത്രീ അത്രയും നാൾ അനുഭവിച്ച സകല ആന്തരിക പീഡനത്തിൻ്റെയും ആത്മത്യാഗത്തിൻ്റെയും അവരുടെ അസാമാന്യമായ പ്രാർത്ഥനയുടെയും അവരുടെ ഭക്തിയുടെയും എല്ലാം അനന്തരഫലമാണ് ഈ സ്തുതി. ഈ സ്തുതി കൊണ്ട് ആരാണ് വിശുദ്ധരായി പോകാത്തത് എന്ന് എഴുത്തച്ഛൻ വിചാരിച്ചു കാണും. ഉഴുതുമറിക്കാത്ത മണ്ണ് എന്നും അഹല്യ എന്ന് പറയുന്ന വാക്കിന് അർത്ഥമുണ്ട്. ഹലം, കലപ്പ ചെന്നിട്ടില്ലാത്ത മണ്ണ് എന്നും അഹല്യ എന്ന് പറയുന്ന വാക്കിന് അർത്ഥമുണ്ട്. അപ്പോൾ ആ തരത്തിൽ അഹല്യ എന്നത് ഭാരതീയ വനിതകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപകവും ഒരു ചിഹ്നവും ഒരു പ്രതീകവും ആരാധനാപാത്രവുമായി തീർന്നു. ഏതോ ഒരു സമയത്ത് അവർക്ക് പ്രലോഭനത്തിന് അടിപ്പെട്ടു പോയ ഒരു സന്ദർഭത്തിലുണ്ടായ തെറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കാര്യത്തിന്റെ പേരിലല്ല അവർ ഓർക്കപ്പെടുന്നത്. അവരോർക്കപ്പെടുന്നത് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി അനാഥയായും പരിത്യക്തയായും കഴിയേണ്ടി വന്നതിന്റെ പേരിലാണ് അവർ ഓർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതീയ സ്ത്രീത്വത്തിന്റെ ഏറ്റവും മികച്ച പ്രതീകങ്ങളിൽ ഒന്നാണ് അഹല്യ എന്ന് നമുക്ക് പറയേണ്ടി വരും.